പഞ്ചായത്തുകളും നിയമസഭാ മണ്ഡലങ്ങളും ചുവന്നു നിൽക്കുന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം. അതേസമയം 3 തവണ തുടർച്ചയായി എംപിയായ യുഡിഎഫിലെ MK രാഘവനാകട്ടെ വീണ്ടും മത്സരിച്ച മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലുമാണ്. എന്നും ചുവപ്പിനെ സ്നേഹിച്ച നാടാണ് കോഴിക്കോട്. അത് പഞ്ചായത്തുകളിലേക്കായാലും നിയമസഭകളിലേക്കായാലും. എന്നാൽ പാർലമെന്റ് ചരിത്രം എന്നും വിചിത്രമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം പുതിയ വെല്ലുവിളികളെ നേരിടുന്ന കാലത്ത് തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലവും. പഞ്ചായത്തുകളായാലും നിയമസഭകളായാലും കോഴിക്കോടിന്റെ നിറം ചുവപ്പാണ്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങളിൽ കൊടുവള്ളി മാത്രമാണ് UDF ഭൂരിപക്ഷമുള്ള ഏക മണ്ഡലം. 1951 ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ സഖ്യത്തിനായിരുന്നു കോഴിക്കോട് വിജയം. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വെല്ലുവിളിയായിരുന്ന കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്കായിരുന്നു ജയം. 57 സീറ്റ് കോൺഗ്രസ് കൈവശമാക്കി. മുന്നണികളും സഖ്യങ്ങളും പിന്നീട് പലതവണ മാറി വന്നു. 4 തവണ മാത്രമാണ് മണ്ഡലം ഇടതിനൊപ്പം നിന്നത്. എന്നാൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടും മണ്ഡലത്തിലെ MP എന്ന നിലയിൽ വികസന പ്രശ്നങ്ങളും കേന്ദ്രത്തിൽ BJPയോട് ഇടതുപക്ഷം എതിർത്തു നിൽക്കുമെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസവുമാണ് ഇത്തവണ LDFന് ഗോദയിലിറങ്ങുമ്പോൾ കൈമുതലായുള്ളത്. ജനങ്ങൾ വലിയ അസംതൃപ്തിയിലാണ്. അത് കഴിഞ്ഞ തവണയൊക്കെ UDFന് വോട്ട് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ അവർക്ക് അബദ്ധമാണ് സംഭവിച്ചത്, തെറ്റ് സംഭവിച്ചു എന്ന ധാരണയിലും വിലയിരുത്തലുമാണ് അവരെല്ലാം ഉള്ളത്. ഇത്തവണ നല്ല നിലയിൽ തന്നെ അത്തരം ജനവിഭാഗങ്ങളെല്ലാം കോൺഗ്രസിനും UDFനും എതിരായി പ്രതികരിക്കാൻ അവസരം കാത്തു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലും നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. വോട്ടർമാരുടെ എണ്ണം 14 ലക്ഷത്തോളമാണ്. 3ാം തവണയും ജയിച്ചു കയറിയ ആത്മവിശ്വാസവും മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും UDFനെ ഇത്തവണയും പിന്തുണക്കുമെന്ന പ്രതീക്ഷയിലാണ് UDFും. PMSSYയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി 120 കോടിയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് മാച്ചിങ് ഫണ്ടുണ്ട്. അത് പൂർത്തിയായി. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. മറ്റൊന്ന് ഇംഹാൻസാണ്. എയിംസിൻ്റെത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപനം മാത്രമേ ഇനി വേണ്ടൂ. സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ ലാൻഡ് എടുത്തു കഴിഞ്ഞു. 3 തവണ MP എന്ന നിലക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെല്ലാം കിട്ടാൻ സാധിച്ചു അതെല്ലാം കൃത്യമായി നേടാനും കോഴിക്കോട് കൊണ്ടുവരാനും സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിലവിൽ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് BJP. ഇതിനെല്ലാം പുറമെ പുതിയ വോട്ടർമാരും അതുപോലെ സ്ത്രീകളുമായിരിക്കും ഇത്തവണ പാർലമെന്റിലേക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കുക. അതിതീവ്രമായ പോരാട്ടമായിരിക്കും ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുക. വർഗീയതയും വികസനവുമായിരിക്കും ചർച്ചാ വിഷയം. റിസൾട്ട് നേരിട്ട് കാണാം. കോഴിക്കോട് നിന്നും PV ജോഷില.